എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഒരു അടിപൊളി ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഒരു കുക്കിയുടെ റെസിപ്പി നോക്കാം. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കിയെടുക്കാൻ. ഇത് ഓവനില്ലാതെയും ഓവനിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 2 രീതിയിലും ഇത് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. വളരെ ഈസിയാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എല്ലാം. ഇതിൽ നമ്മൾ മുട്ട ചേർക്കുന്നില്ല, അതുപോലെ തന്നെ ബട്ടർ ഒന്നും വേണ്ട. എല്ലാം വീട്ടിലുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഈ ഒരു സമയത്ത് വീട്ടിലിരിക്കുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പം നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു കുക്കി അല്ലെങ്കിൽ ബിസ്ക്കറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കുക്കർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. പ്രീ ഹീറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കുക്കി ഇതിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ഈ കുക്കർ നല്ല ചൂടായിരിക്കണം. എങ്കിൽ മാത്രമേ അത് നന്നായിട്ട് പെട്ടെന്ന് ബേക്കായി കിട്ടുള്ളൂ. അപ്പോൾ പ്രഷർ കുക്കറോ അല്ലെങ്കിൽ സോസ് പാനോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കുക്കി ബേക്ക് ചെയ്യാനായിട്ട് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഈ ഒരു ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു കുക്കർ എടുക്കാറുണ്ട്. അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു സ്റ്റീൽ റാക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുക്കറിൻ്റെ വാഷറും വിസിലും മാറ്റിയിട്ട് ഇത് അടച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് ചൂടാക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റിന് വേണ്ടിയിട്ടുള്ള ചേരുവകളൊക്കെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബിസ്ക്കറ്റ് തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ്. ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് 240 ml ഒരു കപ്പാണ്. 240 250 ml ആയിരിക്കും ഒരു കപ്പ് സാധാരണയായിട്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. എല്ലാവരുടെ കയ്യിലും ബേക്കിംഗ് പൗഡർ കാണുന്നില്ല. അപ്പോൾ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താലും മതിയാകും. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് മിക്സ് ചെയ്യാം. നമ്മളിനി ഇത് അരിക്കും. അപ്പം ഒരുപാടങ്ങ് മിക്സ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഈ കുക്കി ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നെയ്യാണ്. അപ്പം നെയ്യിൽ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം ഞാനിവിടെ ഒരു 50 ml നെയ്യാണ് എടുത്തിട്ടുള്ളത്. അതായത് ഒരു 1/4 കപ്പോളം നെയ്യ് വേണ്ടി വരും. ഇനി നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും ഈ ഒരു ബിസ്ക്കറ്റിലേക്ക് എടുക്കാവുന്നതാണ്. നെയ്ക്ക് പകരം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഇനി നെയ്യും സൺഫ്ലവർ ഓയിലും ഇല്ല, നിങ്ങളുടെ കയ്യിൽ ബട്ടർ ആണെന്നുണ്ടെങ്കിൽ ബട്ടർ ഒരു 1/4 കപ്പ് ഉരുക്കിയതിന് ശേഷം അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര എടുക്കുക. അതിനുശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ആ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നിങ്ങൾക്കിത് മുട്ട ചേർത്തും ഈ ഒരു കുക്കി തയ്യാറാക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു മുട്ട എടുക്കുക. മുട്ട ഇതിൽ പൊട്ടിച്ചിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിവിടെ മുട്ടയില്ലാത്ത ബിസ്ക്കറ്റാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ കുറച്ച് പാല് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പാല് നമ്മളിതിലേക്ക് ഒഴിക്കുമ്പോൾ അളന്നിട്ട് വേണം ഒഴിക്കാൻ. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ ആദ്യം 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് ബീറ്ററോ ഒന്നും വേണ്ട. നമ്മുടെ സാധാരണ ഒരു ഫോർക്ക് അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മളൊരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. വാനില എസൻസ് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും. ഏലക്കപ്പൊടി ഇടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കുക്കിക്ക്. നമ്മൾ ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റൊക്കെ കഴിക്കില്ലേ ഏലക്കപ്പൊടി ഇട്ട്, അതുപോലെ ഇരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. പൊടിച്ച പഞ്ചസാര ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ മിക്സാക്കി കിട്ടും. ഇനി നമ്മൾ നേരത്തെ ബേക്കിംഗ് പൗഡറും ഉപ്പും ഇട്ട ഗോതമ്പ് പൊടി ഒരു അരിപ്പയിലൂടെ ഇതിലേക്ക് അരിച്ചിട്ട് ഇടുക. അപ്പോൾ ഗോതമ്പ് പൊടിയിലും ഇതുപോലെ കട്ടകളുണ്ടാവും, അതുപോലെ ബേക്കിംഗ് പൗഡറിലും കട്ടകളുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് അരിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി ഇതിലേക്ക് അരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് മുഴുവനായിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാലൊഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കാം. ഈ ഒരു മാവെന്ന് പറയുന്നത് നമ്മൾ ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ വേണം അവസാനം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ബാക്കി പാലും കൂടെ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ പാലാണ്. ആദ്യം 2 ടേബിൾ സ്പൂൺ ചേർത്തു, പിന്നെ ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ. അപ്പോൾ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുക. നിങ്ങൾ കൂടുതൽ മയം വേണമെന്നുണ്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ പാലൊഴിച്ചിട്ട് കുഴച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ മാവ് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക്
കുക്കറിൽ വെക്കാനുള്ള ബിസ്ക്കറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിതുപോലെ ഒരു അലുമിനിയത്തിൻ്റെ ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അലുമിനിയം ട്രേയോ സ്റ്റീൽ പ്ലേറ്റോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതിൽ കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുക്കി പെട്ടെന്ന് ഇളകി വരില്ല. നല്ലതായിട്ടൊന്ന് നെയ്യ് തടവി കൊടുക്കുക. ഇനി നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്നൊരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ എടുത്തിട്ട് ഇതുപോലെ ഉരുട്ടുക. അതിനുശേഷം കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു ഷേപ്പിലാക്കി എടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് പരത്തിയിട്ട് കട്ടർ വെച്ചിട്ട് എന്തെങ്കിലും അടപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തും എടുക്കാവുന്നതാണ്. ഇനി എന്തെങ്കിലും ഒരു ഡിസൈൻ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ടോ മറ്റോ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ 2 എണ്ണം ഞാൻ പ്രഷർ കുക്കറിൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലും ഫോർക്ക് വെച്ചിട്ടൊരു ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇത് കുക്കറിൽ ഒന്ന് ബേക്ക് ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മുടെ കുക്കർ നന്നായിട്ട് ചൂടായി കിടക്കുകയാണ്. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഈ ഒരു കുക്കർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നല്ല ചൂടാണ്. അപ്പോൾ ആ ഒരു ചൂട് പോകുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഈ ഒരു ട്രേ ഇതിൻ്റെ അകത്ത് ഇറക്കി വെക്കാം. ഇനി നമ്മൾ ഇത് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇത് ബേക്ക് ചെയ്തെടുക്കാം. എനിക്കിവിടെ ഒരു അരമണിക്കൂർ വേണ്ടി വന്നു ഇത് നന്നായിട്ട് ബേക്കായി കിട്ടാനായിട്ട്. അപ്പോൾ അരമണിക്കൂർ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ കുക്കിയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് സമയം വേരി ചെയ്യാം. അത് നോക്കിയിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വെക്കുക. ഇനി നമ്മളിത് ഓവനിൽ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഓവനിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഷേപ്പിലാക്കിയിട്ട് ഇതിൻ്റെ നടുക്ക് ഒരു പൈപ്പിംഗ് നോസിൽ വെച്ചിട്ട് ഒന്ന് ഡിസൈനാക്കി കൊടുക്കുന്നുണ്ട്. ഇത് റഷ്യൻ പൈപ്പിംഗ് നോസിലാണ്. അപ്പോൾ ഒരുപാട് വെറൈറ്റി ഡിസൈൻ കിട്ടും. ഇത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇനി പ്ലെയിൻ ആയിട്ടും ഇത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഡിസൈനുകളാക്കി ഞാൻ വെക്കുകയാണ്. അതുപോലെ തന്നെ ഈ കുക്കി നമ്മളൊരു ട്രേയിൽ ബട്ടർ പേപ്പർ വിരിച്ചിട്ടാണ് കുക്കി വെക്കുന്നത്. അതുപോലെ വെക്കുമ്പോൾ കുറച്ച് സ്പേസ് ഇട്ട് വെക്കുക. അത് കാരണം കുറച്ച് കഴിയുമ്പോൾ ഇത് വലുതാകും ബേക്കായി കഴിയുമ്പോഴത്തേക്ക്. ഇനി ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് നമുക്ക് പല പല ഡിസൈനുകൾ കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ കൊടുക്കാം. അതുപോലെ തന്നെ സ്ക്വയർ പല പല ഡിസൈനിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ട് എനിക്ക് മൊത്തത്തിൽ 16 കുക്കീസ് കിട്ടിയിട്ടുണ്ട്. 16 കുക്കീസ് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള കുക്കിയാണ്. ഒരുപാട് കട്ടിയുമല്ല ഒരുപാട് തിന്നുമല്ല. അപ്പോൾ നമ്മളിത് 180 ഡിഗ്രിയിൽ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഇതെനിക്കൊരു 15 മിനിറ്റാണ് ഈ ഒരു കുക്കീസ് ബേക്കായി കിട്ടാനായിട്ട് എടുത്തത്. അപ്പോൾ 12 മിനിറ്റ് തൊട്ട് 15 മിനിറ്റ് വരെ വേണ്ടി വരും ഇത് OTG ഓവനിൽ ബേക്കായി വരാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ഓവൻ്റെ സെറ്റിംഗ് അനുസരിച്ചിട്ടും അതുപോലെ കുക്കിയുടെ സൈസ് അനുസരിച്ചിട്ടും സമയം വേരി ചെയ്യാം. ഈ ഒരു സമയത്ത് നമ്മൾ കുക്കറിൽ വെച്ചിട്ടുള്ള കുക്കീസ് ബേക്കായി വന്നിട്ടുണ്ട്. ഇത് 30 മിനിറ്റാണ് ഞാൻ എടുത്തത്. അതുപോലെ തന്നെ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഈ പാത്രത്തിൽ നിന്ന് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കുക്കീസ് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഓവൻ്റെ അങ്ങേയറ്റം ഇരുന്നതാണ് കുറച്ച് ഡാർക്കായി ഇരിക്കുന്നത്. പക്ഷേ അത് നല്ലതായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടെ തന്നെ എടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് നല്ലതായിട്ട് ബേക്കായി ഇരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ചൂട് പാത്രത്തിൽ കൂടുതൽ നേരം ഇനി വെക്കണ്ട. അപ്പോൾ ഇത് മാറ്റിയിട്ട് മറ്റൊരു കൂളിംഗ് റാക്കിലേക്കോ അതുപോലെ ഒരു കട്ടിംഗ് പ്ലേറ്റിലേക്കോ ഒന്ന് മാറ്റുക. അതുപോലെ തന്നെ ഈ ഒരു കുക്കി കുറച്ച് തണുത്ത് കഴിയുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് വരിക. നമ്മൾ ബേക്ക് ചെയ്ത് ഉടനെ തന്നെ ഇത് എടുക്കുകയാണെങ്കിൽ കുറച്ച് സോഫ്റ്റായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്നാണ് ഇത് തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് മുറിച്ച് കാണിക്കാം. അപ്പോൾ നോക്കൂ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുക്കീസാണിത്. ഗോതമ്പ് പൊടിയാണെന്ന് ആരും പറയില്ല. മൈദയെക്കാട്ടിലും നല്ല ടേസ്റ്റിയും ആണ്. അതുപോലെ നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ മക്കൾക്കൊക്കെ പുറത്തുനിന്ന് കുക്കീസ് വാങ്ങിച്ചു കൊടുക്കുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ട് നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കുമ്പോഴാണ്. അപ്പോൾ നമുക്ക് തുറന്നൊന്ന് മുറിച്ച് കാണിക്കാം. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി ബിസ്ക്കറ്റ് പോലെയാണ്. നല്ലതായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് വരും. നമ്മൾ നെയ്യ് ചേർത്തിരിക്കുന്ന കാരണം ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ കുക്കറിൽ വെച്ചത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട്
ആർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും മക്കൾക്ക് ഇതുപോലെ കുക്കീസൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാവരും സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക, ഹെൽത്ത് നോക്കുക, ബാലൻസ്ഡ് ആയിട്ടുള്ള ആഹാരമൊക്കെ കഴിക്കുക. അപ്പോൾ നമ്മൾ പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്